ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ കപ്പയും മീനും. നല്ല തേങ്ങാപ്പാലിൽ വേവിച്ച കുറച്ച് മസാലയൊക്കെ ചേർത്ത കപ്പയും അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു മീൻ മസാലയുമാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് മീൻ മസാല ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് ഞാൻ അയലയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നെത്തോലി പോലുള്ള കുഞ്ഞ് മീനല്ലാതെ വേറെ ഏതായാലും കുഴപ്പമില്ല. അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് അരച്ച് ചേർക്കുകയും ചെയ്യാം. ഇഷ്ടം പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു അരപ്പുണ്ടാക്കാം. ചിലർ കുറച്ച് പെരുംജീരകമൊക്കെ ചേർക്കുമല്ലോ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് മീനിലോട്ട് പുരട്ടി വെക്കാം. മീൻ എപ്പോഴും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം. നെയ്മീനൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ടൊന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം, മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇതിന് വേണ്ട കപ്പ ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചു. ഇത് 1/2 കിലോയാണ് കേട്ടോ. 1/2 കിലോ കപ്പ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിച്ചത്. അത്യാവശ്യം നല്ല വേവുന്ന കപ്പ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പം കുറച്ചിങ്ങനെ കല്ലിച്ച് കിടക്കത്തില്ലേ, അങ്ങനെ അല്ലാതെ അത്യാവശ്യം നന്നായിട്ട് വേവുന്ന കപ്പ എടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാ പീസുകളും വേണ്ട, കുറച്ചൊക്കെ ഒന്ന് ഉടച്ചതായി ഇതുപോലെ എടുത്ത് വെക്കണം. മീൻ മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണേ. എണ്ണ ചൂടാകുമ്പം മീനിൻ്റെ കഷ്ണങ്ങളിട്ട് ഫ്രൈ ചെയ്യാം. ഒരുപാട് മൊരിഞ്ഞു പോകണ്ട, രണ്ട് സൈഡും ഒത്തിരി അങ്ങനെ കട്ടിയായി പോവാതെ ഒരു 1/4 വേവ് ആയാൽ മതി കേട്ടോ. കാരണം പിന്നെ നമ്മൾ മസാലയിലിട്ടിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ആയാൽ മതി കേട്ടോ. ഇതിൽ കൂടുതൽ ഫ്രൈ ആവണ്ട. മീൻ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, അത് കളയരുത്. അതും കൂടി ചേർത്തിട്ട് വേണം മസാല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ വേറൊരു പാനിലോട്ട് മാറ്റുവാണ്. വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി എക്സ്ട്രാ ചേർക്കാം കേട്ടോ. ഇത് കുറവാണെന്നുണ്ടെങ്കിൽ അതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം. എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 2 സവോള കനം കുറച്ച് അരിഞ്ഞത്, 2-3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇത്രയിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. സവോള നന്നായിട്ട് വാടി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചൊവ്വയൊക്കെ മാറി വരണം. കുറച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ആ എണ്ണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന എണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണേ. അതാണ് ആ ഒരു മസാലയുടെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളുടെ ആ ഒരു ചുവയങ്ങ് മാറാനായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ ഒരല്പം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയോ അല്ലെങ്കിൽ പെരുംജീരക പൊടിയോ ഒക്കെ ചേർത്താലും നല്ലതാണ് കേട്ടോ. പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി നന്നായിട്ട് പഴുത്തത് അരിഞ്ഞ് ഇടാം. ചെറുതാണെങ്കിൽ 2 തക്കാളി എടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് ഈ മസാലയുടെ കൂടെ ചേരണം. പൊടികൾ കരിയാതിരിക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. തക്കാളി ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പാണ് ഒഴിച്ചത്. ഒരുപാട് വേണ്ട, കാരണം ഇത് കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ളൊരു മസാലയാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട, കാരണം ഗ്രേവി ഒത്തിരി വറ്റരുത്. അടച്ചു വയ്ക്കാം. മസാല പാകത്തിന് വറ്റി സവോളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഗ്രേവി ഉണ്ടാവണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീനും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി പിന്നെയും ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ആ മസാലയിൽ മീനിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരണമല്ലോ. പിന്നെ ഫ്രൈ ചെയ്തപ്പോൾ ഒരു 1/4 വേവാണ് ആയിട്ടുണ്ടായിരുന്നത്. ബാക്കിയും കൂടി മീൻ പാകത്തിന് വെന്ത് വരണം. ജസ്റ്റ് ആ മസാല മീൻ പൊടിഞ്ഞു പോവാതെ മുകളിലോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒത്തിരി ഇളക്കമൊന്നും വേണ്ട കേട്ടോ. ചെറിയ തീയിൽ 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചാൽ മതി. ജസ്റ്റ് അതിനകത്ത് ആ മസാല എല്ലാം കൂടി ഒന്ന് പിടിച്ചു വരണം.
അപ്പോൾ ദേ മീൻ മസാല റെഡിയായി. ഇനി ഈ മീനും കുറച്ച് ഗ്രേവിയും നമ്മൾ ഇതിനകത്തുനിന്ന് മാറ്റാൻ പോവാണ്. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കപ്പ പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി വെക്കുന്ന മീനും ഗ്രേവിയും കൂടി ചേർത്താണ് ആ പാൽക്കപ്പ കഴിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തുനിന്ന് കഷ്ണങ്ങളെല്ലാം മാറ്റി ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഗ്രേവിയും മാറ്റണം. ഇത്രയും ഗ്രേവി ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് കപ്പ ഇട്ട് കൊടുക്കേണ്ടത്. ഈ പാൽക്കപ്പ കുറച്ചിങ്ങനെ നല്ല കുഴഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രേവി അല്ലെങ്കിൽ കറി ആവശ്യമില്ല. അപ്പോൾ ഈ ബാക്കിയിരിക്കുന്ന ഗ്രേവിയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വേവുന്ന കപ്പ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്തോട്ടൊരു 1.5 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്രഷ് തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവിയും തേങ്ങാപ്പാലും കപ്പയും ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. കപ്പ ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചത്. എന്നാലും പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി വേണ്ടി വരും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് വറ്റി വരണം. പാല് നന്നായിട്ട് കപ്പയിൽ പിടിച്ച് കുറച്ച് മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിടിച്ച് വരും. അടച്ചു വെക്കണമെന്നില്ല, തുറന്നിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് വറ്റിച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡിയായി. ഇനിയും വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി വറ്റിക്കാം കേട്ടോ. പക്ഷേ ഇത് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും കപ്പ കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ പിടിച്ച് ഒന്ന് വറ്റും, ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇത് കഴിക്കാനായിട്ട് ശരിക്കും ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് മസാല നമ്മൾ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് വറ്റിയ മസാലയൊക്കെ ചേർന്ന് വെന്ത് വരുന്ന കപ്പ ആയതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ മീൻ മസാലയും. സാധാരണ നമ്മളൊരു കപ്പയും മീൻകറിയും കഴിക്കുന്ന ടേസ്റ്റ് അല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടാവും. കിട്ടുന്ന ഏത് മീനാണെങ്കിലും അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.